തിയേറ്ററിൽ മമ്മൂക്കയുടെ തേരോട്ടം, കൊടൂര വില്ലനിസം, കളങ്കാവൽ കത്തിക്കയറുന്നു. ഇന്നേ വരെ കാണാത്ത മമ്മൂക്കയുടെ പുതിയ കഥാപാത്രം. അതെ, എന്റെ പ്രതാപൻ സാറേ, ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ. ഇങ്ങേർക്ക് ആർത്തിയാണ്, കാശിനോടല്ല കഥാപാത്രങ്ങളോട്. വീണ്ടും അത് തെളിയിക്കുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് കളങ്കാവൽ. അത്തരം സബ്ജക്റ്റുകളിൽ ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്ക ഒരംശം പോലെ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റൂല. കഴിഞ്ഞ ദിവസമാണ് സിനിമ റിലീസായത്. ഗംഭീര റിപ്പോർട്ടാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിന കളക്ഷൻ 15 കോടിക്ക് മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാം മികച്ച അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്. മമ്മൂക്ക വിനായകൻ കൂട്ടുകെട്ട്, മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന സിനിമ. നിരവധി സ്ത്രീ കഥാപാത്രങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ ഏറെ പ്രശംസ നേടിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥയൊരുക്കിയ ജിതിൻ ഏറെ പ്രശംസ നേടിയിരുന്നു. സംവിധായകനും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. 8 മാസത്തിനു ശേഷമെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്നതിനു പുറമെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട്. കേരളത്തിനും തമിഴ്നാട്ടിലുമായാണ് കഥ സംഭവിക്കുന്നത്. കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന തമിഴ് ഗ്രാമങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്റ്റാലിൻ ദാസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും സിനിമ മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. മുടക്കിയ മുതൽ 2 ദിവസം കൊണ്ട് തിരിച്ചു പിടിക്കും. ഇനി 100 കോടി അടിക്കുമോ എന്ന് കണ്ടറിയണം. കളങ്കാവൽ സിനിമ നിങ്ങളും കണ്ടതാണോ? മമ്മൂക്കയാണോ വിനായകനാണോ? ആരാണ് മികച്ചത്? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.